Hello, in this section we are discussing about the world distribution of plateaus. Plateau. A plateau is a flat, elevated landform that rises sharply above the surrounding area on at least one side. ചുറ്റുമുള്ള പ്രദേശത്തെക്കാട്ടും ഒരു വശമെങ്കിലും ഉയർന്നു നിൽക്കുന്ന എലിവേറ്റഡ് ലാൻഡ്ഫോമിനെയാണ് പ്ലാറ്റോ എന്ന് പറയുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു സർഫസ് ആയിരിക്കും പ്ലാറ്റോയുടേത്. Major plateaus of the world include Tibetan Plateau, Columbia Snake Plateau, Colorado Plateau, Deccan Plateau, Kimberley Plateau, Katanga Plateau, Bavarian Plateau, Ahaga Plateau, Muscarian Plateau, Laurentian Plateau, Mexican Plateau, Patagonian Plateau, Bolivian Plateau, Massive Central, Anatolian Plateau, Spanish Plateau, Loess Plateau, and Podva Plateau. Tibetan Plateau, highest and largest plateau in the world and hence called the roof of the world. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റും ഏറ്റവും ലാർജസ്റ്റുമായ പ്ലാറ്റോയാണ് ടിബറ്റൻ പ്ലാറ്റോ. ഇത് ഏറ്റവും ഉയർന്ന് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ റൂഫ് ഓഫ് ദ വേൾഡ് എന്നും അറിയപ്പെടുന്നു. It is formed with the collision of the Indo-Australian and Eurasian tectonic plates. Indo-Australian പ്ലേറ്റിന്റെയും യുറേഷ്യൻ പ്ലേറ്റിന്റെയും കൊളീഷൻ കൊണ്ടുണ്ടായിട്ടുള്ളൊരു ലാൻഡ്ഫോമാണ് Tibetan Plateau. The plateau is sufficiently high enough to reverse the Hartley cell convection cycle and to drive the monsoon of India towards the south. ഈ ഒരു പ്ലാറ്റോന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഹാർട്ട്ലി സെൽ കൺവെൻഷൻ സൈക്കിളിന്റെ ഡയറക്ഷനെ അത് റിവേഴ്സ് ചെയ്യുകയും അതുവഴി ഇന്ത്യയിൽ മൺസൂൺ എത്താൻ സഹായിക്കുകയും ചെയ്യുന്നത്. It covers most of the autonomous Tibetan region, Qinghai province of western China and a part of Ladakh in Jammu and Kashmir. ഇത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ടിബറ്റൻ റീജിയൻ ഏതാണ്ട് ഓൾമോസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്. ചൈനയിലെ ഖ്വാങ്ഹായ് പ്രോവിൻസ് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലെ ലഡാക്കിന്റെ പാർട്ട് കവർ ചെയ്യുന്നുണ്ട്. It is surrounded by mountains, to the south by the Himalayan range and to the northeast by the Kunlun range and to the west by the Karakoram range. ഇതിന് ചുറ്റും മൗണ്ടൻസ് ആയിട്ടാണ് സറൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇന്ത്യ മൗണ്ടൻ പ്ലാറ്റു ആണ്. ഇതിൽ പ്രധാനമായി സറൗണ്ട് ചെയ്തിരിക്കുന്ന മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത് ഹിമാലയൻ റേഞ്ച് സൗത്തിലും നോർത്ത് ഈസ്റ്റില് കുൺലുൻ റേഞ്ചും വെസ്റ്റില് കാരക്കോറം റേഞ്ചുമാണ്. This is a Tibetan plateau. Deccan Plateau. Deccan Plateau is a large plateau which forms most of the southern part of India. ഇന്ത്യയുടെ സൗത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലാർജസ്റ്റ് പ്ലാറ്റോ ആണ് ഡെക്കൻ പ്ലാറ്റോ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സൗത്ത് ഓൾമോസ്റ്റ് കവർ ചെയ്ത് കാണപ്പെടുന്ന ഒരു പ്ലാറ്റോ കൂടിയാണ് ഡെക്കൻ പ്ലാറ്റോ. It is bordered by two mountain ranges, Western Ghats and Eastern Ghats. ഡെക്കൻ പ്ലാറ്റോയും രണ്ട് മൗണ്ടൻ റേഞ്ചസിന്റെ ഇടയിലാണ് കാണപ്പെടുന്നത്, വെസ്റ്റേൺ ഗഡ്സിനും ഈസ്റ്റേൺ ഗഡ്സിനും. The plateau includes the Deccan Trap, which is the largest volcanic feature on Earth. ഡെക്കൻ പ്ലാറ്റോയിലാണ് ഡെക്കൻ ട്രാപ്സ് ഉള്ളത്. ഡെക്കൻ ട്രാപ്പ് എന്ന് പറയുന്നത് എർത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വോൾക്കാനിക് ഫീച്ചർ ആണ്. It is made up of multiple basalt layers or lava flows. The Deccan Traps cover about 5 lakh square kilometers in area. സെൻട്രൽ ഇറപ്ഷൻ കൊണ്ടുണ്ടായിട്ടുള്ള ലാവ ഫ്ലോ അല്ലെങ്കിൽ ബസാൾട്ട് ലെയർ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളൊരു വോൾക്കാനിക് ഫീച്ചറാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. ഡെക്കാൻ ട്രാപ്പ് കവർ ചെയ്യുന്നത് 5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ്. The Deccan Traps are known for containing some unique fossil. ഡെക്കാൻ ട്രാപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഫോസിൽസ് ഒത്തിരി ഉള്ള ഒരു ട്രാപ്പാണ് ഡെക്കാൻ ട്രാപ്പ്. The Deccan Trap is also rich in minerals. Primary mineral sources found in this region are mica and iron ore in Chota Nagpur region and diamonds, gold and other metals in the Golconda region. ഫോസിൽസ് പോലെ തന്നെ മിനറൽസിന് വളരെയധികം റിച്ച് ആയിട്ടൊരു സ്ഥലമാണ് ഡെക്കാൻ പ്ലാറ്റോ എന്ന് പറയുന്നത്. ഇതിന്റെ ഛോട്ടാ നാഗ്പൂർ റീജിയനിൽ പ്രധാനമായും മൈക്കയും അയൺ ഓർ ഡെപ്പോസിറ്റ്സും കണ്ടുവരുന്നു. ഒപ്പം തന്നെ ഗോൾക്കണ്ട റീജിയനിൽ ഡയമണ്ട്സും ഗോൾഡും മറ്റു മെറ്റൽസും കണ്ടുവരുന്നു. And this is the Deccan Plateau. Mascarin Plateau. It is the second largest undersea plateau in the Indian Ocean after the Kerguelen Plateau. Kerguelen Plateau കഴിഞ്ഞിട്ട് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് അണ്ടർസീൽ കണ്ടുവരുന്ന പ്ലാറ്റോ ആണ് മസ്കറിൻ പ്ലാറ്റോ എന്ന് പറയുന്നത്. ഇത് കാണുന്നത് ഇന്ത്യൻ ഓഷനിലാണ്.
It is formed of granite and is a fragment of the ancient supercontinent of Gondwana. ഈ ഒരു പ്ലാറ്റോയിൽ പ്രധാനമായിട്ടുള്ള കമ്പോസിഷൻ എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് റോക്സ് ആണ്. മാത്രമല്ല ഇത് ഗോഡ്വാന സൂപ്പർ കോണ്ടിനെന്റിന്റെ ഒരു ഫ്രാഗ്മെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ബിറ്റ്വീൻ സിയാച്ചിൽസ് ആൻഡ് മൗറിറ്റീസ് ഐലൻഡ്സ്. സിയാച്ചിൽസിനും മൗറിറ്റീസ് ഐലൻഡ്സിനും ഇടയിലാണ് ഈ ഒരു പ്ലാറ്റോ കണ്ടുവരുന്നത്. ഇവിടെ മൗറിറ്റീസ് കാണാൻ സാധിക്കും, അതിന് നോർത്ത് ആയിട്ട് കാണാൻ സാധിക്കും മസ്കറൈൻ പ്ലാറ്റോ. ലോയിസ് പ്ലാറ്റോ. It is otherwise known as Huangdu Plateau and it is in China. ചൈനയിലുള്ള പ്ലാറ്റോ ആണ് ലോയിസ് പ്ലാറ്റോ. അതിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഹുവാൻഡു പ്ലാറ്റോ എന്നാണ്. It is famous for highly erodible soil on earth. എർത്തിലെ തന്നെ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ഇറോഡബിൾ സോയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്ലാറ്റോ ആണ് ലോയിസ് പ്ലാറ്റോ. The soil here is made up of fine particles brought by the wind. ഇവിടെ ഈ സോയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് വിൻഡ് ആണ്. വിൻഡ് ആക്ഷന്റെ ഫലമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന വളരെ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഇവിടെ കണ്ടുവരുന്നത്. ദിസ് ഫൈൻ ലോമി സോയിൽ ഈസ് എക്സ്ട്രീംലി പ്രൊഡക്റ്റീവ്. മാത്രമല്ല ഈ ഒരു ലോമി സോയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഫ്രൈയബിളുമാണ്, മാത്രമല്ല വളരെ പ്രൊഡക്റ്റീവ് സോയിലുമാണ്. ക്രോപ്സ് ഗ്രോൺ ഇൻ ദിസ് സോയിൽ അലോങ് ദ യെല്ലോ റിവർ ഗീവ് ഗ്രേറ്റ് yields. ഈ ഒരു സോയിൽ പ്രത്യേകിച്ച് യെല്ലോ റിവറിന്റെ തീരങ്ങളിൽ വളരുന്ന ചെടികൾ നല്ല രീതിയിൽ ഈൽഡ് നൽകുന്നുണ്ട്. Podwa Plateau. It is situated in the northern plateau region of Pakistan. പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിൽ കണ്ടുവരുന്ന പ്ലാറ്റോയാണ് പോഡ്വ പ്ലാറ്റോ. The Salt Range is located to the southwest of the plateau. Salt Range Mountains ഈ പ്ലാറ്റോന്റെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കൊളംബിയ സ്നേക്ക് പ്ലാറ്റോ. River Columbia and its tributary snake meet in this plateau. ഈ ഒരു പ്ലാറ്റോയ്ക്ക് ആ ഒരു പേര് വരാൻ കാരണം കൊളംബിയയും അതിന് ട്രിബ്യൂട്ടറി ആയ സ്നേക്ക് റിവറും ഈ ഒരു പ്ലാറ്റോയിൽ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ കൊളംബിയ സ്നേക്ക് പ്ലാറ്റോ എന്ന് വിളിക്കുന്നത്. It is bordered by the Cascade Range and Rocky Mountains and is divided by the Columbia River. കൊളംബിയ സ്നേക്ക് പ്ലാറ്റോയെ ബോർഡർ ചെയ്ത് കാണപ്പെടുന്നത് കാസ്കേഡ് റേഞ്ചസും അതുപോലെ റോക്കി മൗണ്ടൻസുമാണ്. കൊളംബിയൻ റിവർ ഈ ഒരു പ്ലാറ്റോനെ രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. This plateau has been formed as a result of volcanic eruption with a constituent coating of basalt lava. ഈ ഒരു പ്ലാറ്റോ പ്രധാനമായി ഫോം ചെയ്തത് വോൾക്കാനിക് ഇറപ്ഷൻസിന്റെ ഫലമായിട്ടാണ്. പ്രധാനമായിട്ട് ബസാൾട്ട് ലാവയുടെ അക്യൂമുലേഷൻ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്ലഡ് ബസാൾട്ട് പ്ലാറ്റോന് എക്സാമ്പിളുമാണ്. ലൗറേഷ്യൻ പ്ലാറ്റോ. It is known as Canadian Shield. ഇതിനെ കനേഡിയൻ ഷീൽഡ് എന്നും അറിയപ്പെടാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ലൈസ് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് കാനഡ. കാനഡയുടെ ഈസ്റ്റേൺ ഭാഗത്തായിട്ടാണ് ഈ ഒരു പ്ലാറ്റോ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫേമസ് ഫോർ എക്സ്പോസ്ഡ് പ്രീകാംബ്രിയൻ ഇഗ്നിയസ് ആൻഡ് ഹൈ ഗ്രേഡ് മെറ്റമോർഫിക് റോക്സ്. ഈ ഒരു പ്ലാറ്റോന്റെ പ്രത്യേകത ഇതിൽ പ്രധാനമായും എക്സ്പോസ് ചെയ്ത് കാണപ്പെടുന്നത് പ്രീകാംബ്രിയൻ പീരീഡിലുള്ള ഇഗ്നിയസും അതുപോലെ ഹൈ ഗ്രേഡ് മെറ്റമോർഫിക് റോക്സുമാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഫൈൻ ക്വാളിറ്റി ഓഫ് അയൺ ഓർ. ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള ഏറ്റവും ഫൈൻ ക്വാളിറ്റി ആയിട്ടുള്ള അയൺ ഓറിന്റെ പ്രസൻസ് ഈ ഒരു പ്ലാറ്റോയിലുണ്ട്. കൊളറാഡോ പ്ലാറ്റോ. It is lying to the western part of USA and it is the largest plateau in America. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ലാർജസ്റ്റ് പ്ലാറ്റോ ആണ് കൊളറാഡോ പ്ലാറ്റോ എന്ന് പറയുന്നത്. യുഎസ്എയുടെ വെസ്റ്റേൺ ഭാഗത്തായിട്ടാണ് ഈ ഒരു പ്ലാറ്റോ സ്ഥിതി ചെയ്യുന്നത്. It is divided by Colorado River and the Grand Canyon. ഈ ഒരു പ്ലാറ്റോയെ ഡിവൈഡ് ചെയ്യുന്നത് രണ്ട് ഫീച്ചേഴ്സ് ആണ്. ഒന്ന് കൊളറാഡോ റിവറും രണ്ടാമത്തത് ഗ്രാൻഡ് കാനിയോണും. ബൗണ്ടഡ് ബൈ ദ റോക്കി മൗണ്ടൻസ് ഫ്രം നോർത്ത് ആൻഡ് ഈസ്റ്റ്, ഇൻ ദ വെസ്റ്റ് ബൈ ദ ഗ്രേറ്റ് ബേസിൻ ആൻഡ് ഫ്രം ദ സൗത്ത് ബൈ ദ സൊണോറൻ ഡെസേർട്ട്. കൊളറാഡോ പ്ലാറ്റോ ബൗണ്ട് ചെയ്ത് കാണപ്പെടുന്നത് നോർത്തിലും ഈസ്റ്റിലും റോക്കി മൗണ്ടൻസും വെസ്റ്റില് ഗ്രേറ്റ് ബേസിനും സൗത്തില് സൊണാറൻ ഡെസേർട്ടുമാണ്. This plateau is an example of intermontane plateau. Mesas and buttes are found here at many places. ഈ ഒരു പ്ലാറ്റോ ഇന്റർമോണ്ടൈൻ പ്ലാറ്റോന് ഒരു എക്സാമ്പിളുമാണ്. മാത്രമല്ല വാട്ടർ ഇറോഡഡ് എർത്ത് ഫീച്ചറായ മെസയും ബട്ടും ഒക്കെ ഒരുപാട് ഈ ഒരു പ്ലാറ്റോയിൽ കണ്ടുവരുന്നുണ്ട്. The plateau is known for the groundwater which is under positive pressure and causes the emergence of springs called artesian wells. മാത്രമല്ല ഈ പ്ലാറ്റോയ്ക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടറിന്റെ റിച്ച് സോഴ്സ് ഉള്ള ഒരു പ്ലാറ്റോ കൂടെയാണ് കൊളറാഡോ പ്ലാറ്റോ എന്ന് പറയുന്നത്. ഒത്തിരി ആർട്ടിസൻ വെൽസ് ഈ ഒരു പ്ലാറ്റോയിൽ കണ്ടുവരുന്നുണ്ട്.
and this is the Colorado Plateau. Mexican Plateau. It is otherwise known as Mexican Altiplano. Mexican Plateauയെ Mexican Altiplano എന്നും അറിയപ്പെടാറുണ്ട്. It is also known as mineral store because different types of metallic minerals like silver, copper, etc. obtained from here. മെക്സിക്കൻ പ്ലാറ്റോയെ മിനറൽ സ്റ്റോർ എന്നും അറിയപ്പെടാറുണ്ട് കാരണം ധാരാളം മെറ്റാലിക് മിനറൽസ് ആയിട്ടുള്ള സിൽവറും കോപ്പറും മറ്റു മിനറൽസും ഒക്കെ ധാരാളമായി ഇവിടെ ലഭിക്കുന്നത് കൊണ്ടാണ് അതിനെ മിനറൽ സ്റ്റോർ എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഫേമസ് ഫോർ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് സിൽവർ മൈൻ. വേൾഡിലെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സിൽവർ മൈൻ ആയ ചിക്വാഹുവ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. Patagonian Plateau. It is a semi-arid scrub and rain-shadowed desert plateau. സെമി ഏറിഡ് ആയിട്ടുള്ള ഒരു സ്ക്രബാണ് പാറ്റഗോണിയൻ പ്ലാറ്റോ എന്ന് പറയുന്നത്. മാത്രമല്ല ഇതൊരു റെയിൻ ഷാഡോ ഡെസേർട്ട് പ്ലാറ്റോയും കൂടിയാണ്. ഇറ്റ് ഈസ് എ പീഡ്മെന്റ് പ്ലാറ്റോ ലൈങ് ഇൻ ദ സദേൺ പാർട്ട് ഓഫ് അർജന്റീന. പീഡ്മെന്റ് പ്ലാറ്റോയ്ക്ക് കൂടെ ഒരു ഉദാഹരണമാണ് പാറ്റഗോണിയൻ പ്ലാറ്റോ എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് അർജന്റീനയുടെ സദേൺ പാർട്ടിലാണ്. ആൻഡ് ദിസ് റീജിയൻ ഈസ് വെരി ഫേമസ് ഫോർ ഷീപ്പ് റിയറിംഗ്. Altiplano or Bolivian Plateau. It is an intermountain plateau which is located between two ranges of Andes Mountain. Andes Mountain രണ്ട് റേഞ്ചസിന് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്റർമൗണ്ടൻ പ്ലാറ്റോയാണ് അൾട്ടിപ്ലാനോ അല്ലെങ്കിൽ ബൊളീവിയൻ പ്ലാറ്റോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മേജർ ഏരിയ ഓഫ് ടിൻ റിസർവ്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ടിൻ റിസർവ്സ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഏരിയ കൂടിയാണ് ബൊളീവിയൻ പ്ലാറ്റോ. Kimberley Plateau lies in the northern part of Australia. This plateau is made of volcanic eruption. ഓസ്ട്രേലിയയുടെ നോർത്തേൺ ഭാഗത്ത് കണ്ടുവരുന്ന പ്ലാറ്റോയാണ് കിംബർലി പ്ലാറ്റോ. ഈ ഒരു പ്ലാറ്റോ ഫോം ചെയ്തിരിക്കുന്നത് വോൾക്കാനിക് ഇറപ്ഷന്റെ ഫലമായിട്ടാണ്. Many minerals like iron, gold, lead, zinc, silver and diamond are found here. പ്രധാനപ്പെട്ട മിനറൽസ് ആയ അയണും ഗോൾഡും ലെഡും സിങ്കും സിൽവറും ഡയമണ്ടും ഒക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. Mineral deposits including kimberlite and traces of oil are also found. ഇതിനു പുറമെ ഡയമണ്ട് ബെയറിംഗ് റോക്ക് ആയ കിംബർലൈറ്റും അതുപോലെ തന്നെ ഓയിലിന്റെ ട്രേസസും ഒക്കെ ഇവിടെ കണ്ടുവരുന്നുണ്ട്. Massive central tectonic movements created faults and are maybe at the origin of volcanism in the massive central. മാസീവ് സെൻട്രൽ ഫോം ചെയ്തതിനെ പറ്റിയിട്ട് ഒരു ഹൈപ്പോത്തസിസ് പറയുന്നത് ടെക്ടോണിക് മൂവ്മെന്റ്സിന്റെ ഫലമായിട്ട് ഫോൾട്ടിംഗ് സംഭവിക്കുകയും അതിൽ നിന്നും വോൾക്കാനിസം ഉണ്ടാകുകയും അങ്ങനെ ഉണ്ടായ ഒരു പ്ലാറ്റോയാണ് മാസീവ് സെൻട്രൽ എന്നമാണ്. ദിസ് പ്ലാറ്റോ ലൈസ് ഇൻ ദ സെൻട്രൽ ഫ്രാൻസ് ആൻഡ് ഇറ്റ് ഇസ് ഫേമസ് ഫോർ ഗ്രേപ്സ് കൾട്ടിവേഷൻ. ഈ ഒരു പ്ലാറ്റോ സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലെ സെൻട്രൽ പോർഷനിലാണ്. മാത്രമല്ല ഗ്രേപ്പ് കൾട്ടിവേഷൻ ആണ് ഇത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. Anatolian Plateau. It is otherwise known as Asia Minor. Most of Turkey lies on this plateau. Anatolian Plateauയെ ഏഷ്യ മൈനർ എന്നും വിളിക്കാറുണ്ട്. ടർക്കിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്ലാറ്റോയിലാണ്. It is an intermountain plateau lying between Pontiac and Taurus mountain ranges. Anatolian Plateau എന്ന് പറയുന്നത് ഒരു ഇന്റർമൗണ്ടൻ പ്ലാറ്റോ ആണ്. പ്രധാനമായും ടോറസ് മൗണ്ടനും അതുപോലെ തന്നെ പോണ്ടിയക് മൗണ്ടനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടൈഗ്രിസ് യൂഫ്രട്ടീസ് റിവർ ഫ്ലോ ത്രൂ ദിസ് പ്ലാറ്റോ. ടൈഗ്രിസ് യൂഫ്രട്ടീസ് നദികൾ ഈ ഒരു പ്ലാറ്റോയിൽ കൂടെയാണ് ഒഴുകുന്നത്. പ്രഷ്യസ് wool producing Angora goats are found here. Angora goats എന്ന് പറയുന്ന wool producing goats ഇവിടെ കണ്ടുവരുന്നുണ്ട്. Spanish Plateau or Iberian Plateau. It is situated in the middle of Spain. It is a lava plateau. It is rich in minerals like iron. സ്പെയിന്റെ മിഡിൽ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ലാവ പ്ലാറ്റോയാണ് സ്പാനിഷ് പ്ലാറ്റോ അല്ലെങ്കിൽ ഐബീരിയൻ പ്ലാറ്റോ. ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അയൺ ഡെപ്പോസിറ്റ്സ് ആണ്. Bavarian Plateau. It is also known as Alpine foreland. It is formed under the influence of Ice Age and has a rich variety of landforms. ഐസ് ഏജിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്ലാറ്റോയാണ് ബവേറിയൻ പ്ലാറ്റോ. ഈ ഒരു പ്ലാറ്റോയ്ക്കകത്ത് ഒത്തിരി ലാൻഡ് ഫോംസ് കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ആൽഫൈൻ ഫോർലാൻഡ് എന്നാണ്. Katanga Plateau. It lies in Congo in Africa and it is famous for copper production. Other minerals like cobalt, uranium, zinc, silver, gold and tin are also mined here. The region is good for farming and ranching. കറ്റാങ്ക പ്ലാറ്റോ സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലെ കോങ്കോയിലാണ്. ഇത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് കോപ്പർ പ്രൊഡക്ഷൻ ആണ്.
മറ്റു മിനറൽസ് ആയ കൊബാൾട്ട്, യുറേനിയം, സിങ്ക്, സിൽവർ, ഗോൾഡ്, ടിൻ തുടങ്ങിയവയും ഇവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ റീജിയൻ ഫാമിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റാഞ്ചിങ്ങിന് വേണ്ടിയിട്ടും വളരെ നല്ലതാണ്. Ahaggar Plateau. It is also known as Hoggar, the largest plateau in the north center of Sahara and on the Tropic of Cancer, North Africa. The region is composed of black volcanic basalt. Ahaggar Plateau സ്ഥിതി ചെയ്യുന്നത് നോർത്ത് ആഫ്രിക്കയിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനടുത്താണ്. സഹാറയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റോ ആണ് ഹോഗർ അല്ലെങ്കിൽ അഹാഗർ പ്ലാറ്റോ എന്ന് പറയുന്നത്. ഇതൊരു വോൾക്കാനിക് പ്ലാറ്റോ ആണ്. പ്രധാനമായിട്ടും ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ബസാൾട്ട് ആണ്. This is a world map showing the distribution of major plateaus in the world. Here we can see the Deccan Tract, Tibetan Plateau, Podwa Plateau, Anatolian Plateau, Loess Plateau, Bavarian Plateau, Mascarenes Plateau, Kimberley Plateau, then Patagonian Plateau, Altiplano, Mexican Plateau, Colorado Plateau, Columbia Snake Plateau, Laurentian Canadian Shield, Siberian Albanian Plateau, Agaggar Plateau, etc.